നമസ്കാരം. യു.എസ്. പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളായ മാലിയും ബുർക്കിന ഫാസോയും തങ്ങളുടെ പൗരന്മാർക്ക് യു.എസ്. ഏർപ്പെടുത്തിയ യാത്രാവിലക്കിന് മറുപടിയായിട്ടാണ് ഈ രാജ്യങ്ങളുടെ നടപടി. യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യാത്രാവിലക്ക് ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് ഈ രാജ്യങ്ങളും സമാനമായ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. നേരത്തെ മാലിയും ബുർക്കിന ഫാസോ കൂടാതെ ദക്ഷിണ സുഡാൻ, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കും ഫലസ്തീൻ അതോറിറ്റി പാസ്പോർട്ട് ഉടമകൾക്കും യു.എസ്. പൂർണ്ണ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. യു.എസിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നടപടിയെന്നും സുരക്ഷാ വിലയിരുത്തലുകളിൽ നിരന്തരവും ഗുരുതരമായ പോരായ്മകൾ കണ്ടെത്തിയതിനാലാണ് നിയന്ത്രണങ്ങളെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചിരുന്നു. എന്നാൽ തങ്ങളുമായി മുൻകൂർ കൂടിയാലോചനകൾ നടത്താതെയാണ് യു.എസ്. ഇങ്ങനെ ഒരു സുപ്രധാന തീരുമാനം കൈക്കൊണ്ടതെന്ന് മാലി ഖേദം പ്രകടിപ്പിച്ചു. മാലിയും ബുർക്കിന ഫാസോയും വെവ്വേറെ പ്രസ്താവനകളിലൂടെയാണ് തങ്ങളുടെ തീരുമാനം അറിയിച്ചത്. പരസ്പര പ്രതികരണ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ നടപടിയെന്ന് ബുർക്കിന ഫാസോ വിദേശകാര്യമന്ത്രി കരമോക്കോ ജീൻ മാരി ട്രോറെ പറഞ്ഞു. പരസ്പര സമാധാനവും പരമാധികാര സമത്വവും പാലിക്കണമെന്ന് മാലി വിദേശകാര്യ മന്ത്രാലയം BBC ന്യൂസിനോട് പ്രതികരിച്ചു. അതേസമയം പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ നൈജറും യു.എസ്. പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും നൈജർ വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. മാലി, ബുർക്കിന ഫാസോ, നൈജർ എന്നീ രാജ്യങ്ങൾ ജിഹാദി ഭീഷണികളെ ചെറുക്കുന്നതിനും പ്രാദേശിക ഏകീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും രൂപീകരിച്ച സൈനിക നേതൃത്വത്തിലുള്ള സഹേൽ രാജ്യങ്ങളുടെ സഖ്യം എന്ന പരസ്പര പ്രതിരോധ സാമ്പത്തിക കൂട്ടായ്മയിലെ അംഗങ്ങളാണ്. ഈ പരസ്പര യാത്രാവിലക്കുകൾ യു.എസും സഹേൽ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കം വ്യക്തമാക്കുന്നു.